പക്ഷേ ഇതിന്റെ ഒരു ബ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം we will hear what you have to say. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ലോഞ്ച് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചൊവ്വീത്ര ആക്ടിവിറ്റി ഡ്രിവൺ ആയതുകൊണ്ട് വെറുതെ ഒരു റിമോട്ട് തന്ന ഒരു പ്രസ് ചെയ്യിപ്പിച്ച് no we want to see some ശക്തി, we want to see അഞ്ഞൂറ് പുഷപ്പ് എന്നൊക്കെ പറയും. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഈ പഞ്ചിങ് മെഷീനൊക്കെ അല്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചോദിക്കാൻ നമുക്ക് കിട്ടുമ്പോൾ ചെറിയൊരു പണി നമുക്ക് കയ്യിൽ കൊടുക്കാൻ പറ്റുള്ളൂ. കമോൺ ചോദി, ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇതിന് മുതിർന്ന കുട്ടികൾക്കുള്ളതാണ്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ളതാണ്. മനസ്സിലെപ്പോഴും അങ്ങനത്തെ ഒരു ഫണ്ടിങ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ വളരാതെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ്. ഹാപ്പി ടു ബി അസോസിയേറ്റഡ് വിത്ത് ദിസ്. വി കാൻറ്റ് വെയിറ്റ്. അപ്പം നിങ്ങൾ മൂന്നുപേരെടുത്ത് ഞാൻ ഇങ്ങോട്ടൊന്ന് വരാനോ അത്ര ശക്തമായ ഒരു പഞ്ചാണോ ഇല്ലയോ എന്ന് മാത്രമാണ് ചോദ്യം. ഓക്കെ, പക്ഷെ ഫോം അപ്പ് ചെയ്യാൻ സമയം എടുക്കുന്ന എനിക്കറിയാം. പണിക്കൊന്നും നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി കഴിച്ചാൽ നാഡിവേഴ്സിന്റെ ലോഗോ ബ്രാൻഡ് ഇവിടെ ഒറ്റ ഒരു പഞ്ച് ടൊവിനോ റിവീൽ ചെയ്യാൻ പോവാണ്. ഒരു എല്ലാവരും കൂടെ 1 2 3 കൗണ്ട് ഡൗൺ റെഡി ആണോ? ഓക്കെ, റെഡി 2 3 ടൊവി. ഒരു ചെറിയൊരു വിള്ളൽ വന്നിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല, ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. നല്ല നല്ല ആദ്യത്തെ പഞ്ചിന് ഒരു മിനിമം ഒരു വിള്ളലെങ്കിലും വേണം. ഒരു രണ്ടാമത്തെ പഞ്ചോട് കൊടുക്കണോ ചോദിക്കുക? കൊടുക്കണോ? അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ വളരെ മോറായിട്ടാണ് കൗണ്ട് ചെയ്തത്. ഒരു ചേട്ടൻ മാത്രമേ കൗണ്ട് ചെയ്തുള്ളൂ. Are you ready for a second punch? Okay, നിങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്തോളൂ. This is for Toby, the second. കൗണ്ടിനനുസരിച്ച് ഇടിയുടെ ശക്തി കൂടും. കൗണ്ടിന്റെ ശക്തി പോലെ ഇടിയുടെ ശക്തി കൂടും. Are you ready? Okay, on your mark, get set, go. Count. 1 2 3 go. പുറകിലിയാൻ പറ്റുമോ ജോലി? അത് ഈ മതം ഇടിച്ച് വിളിക്കാന്ന് പറഞ്ഞാൽ റീസൈഡിൽ കാര്യമല്ല. നേരത്തെ ഇടിച്ച് വിളിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇല്ല, ഇങ്ങനത്തെ ഒരു ലോഞ്ചിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഒന്നുകൂടെ എല്ലാവരും ഒന്ന് ആവേശം, നിങ്ങളുടെ ശക്തിയും കൂടെ നമ്മൾ ചൊവ്വീലിന്റെ ആ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മൾ അടുത്ത പഞ്ചിന് റിവീൽ കൺഫേംഡ് ആണ്. ഒന്നുകൂടെ നന്നായി ഒന്ന് കൈയടിച്ച ജോലിക്ക് വേണ്ടി. Everybody come on. Ladies and gentlemen, this is the final punch എന്ന് വിശ്വസിക്കുന്നു from Tobino Thomas to reveal the brand logo right here. 1 2 3 ഇല്ല പോരാ. അവരേടില്ല. നിങ്ങൾ വാക്കി പോരാ. ഒന്നുകൂടെ 1 2 3 തുടങ്ങൂ. 1 2 3 let's go Tommy. ഇടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? That's fun. It's definitely fun. But let me tell you. ഇട്ടായിരിക്കണം എന്നൊരു തോന്നലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തോന്നിയപ്പോഴാണ് ഞാൻ വർക്കൗട്ട് പരിപാടിക്ക് തുടങ്ങിയത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്ത് അത് റിപ്പീറ്റേറ്റീവ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് കൂടുതലും ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് വർക്കൗട്ട്സ് ആണ്. അതായത് നമ്മൾ വെറുതെ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുത്ത് ഇത്ര റെപ്സ് ചെയ്യുന്നതിനേക്കാൾ നമ്മളൊരു ഫൺ ആക്ടിവിറ്റി പോലെ നമ്മുടെ വർക്കൗട്ടിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിൽ നല്ലൊരു എക്സസൈസും റിലാക്സേഷനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കോൺസെപ്റ്റുകളിലൊക്കെ എനിക്കൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ഫൺ ഓബ്സ്റ്റക്കിൾ ചലഞ്ചസ് ഒക്കെ ആയിട്ട്. പണ്ട് ടി വിയിലൊക്കെ മറ്റേ തകേഷി കാസിലെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്താ പറയുക, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഭയങ്കര സ്മരിക്കുന്നൊരു പണ്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു വളരെ മിനിയേച്ചർ വേർഷനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഓബ്സ്റ്റക്കിൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഞാനൊക്കെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളിലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളല്ല. ഇത് ഫൺ കാര്യങ്ങളിലാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് ആകാൻ പറ്റുള്ളൂ, തോറ്റാലും കുഴപ്പമില്ലാത്ത. അപ്പോൾ അങ്ങനെ ഒരു ഫൺ കോമ്പറ്റീഷൻ വേണം, എന്നാലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ.
നമ്മളിപ്പോ പണ്ടത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ പോലും ആ കളിയേക്കാൾ കൂടുതൽ അതിന്റെ ഇടയ്ക്കുള്ള സ്ലെഡ്ജിങ്ങും അതിന്റെ ഇടയ്ക്കുള്ള കളക്കളിയും ഒക്കെ ആണല്ലോ എന്നെ ഏറ്റവും കൂടുതൽ. അപ്പൊ അതുപോലെ ആ ഫൺ നഷ്ടപ്പെട്ടു പോവാതെ ഇങ്ങനെ ആ ഒരു ഹെൽത്തി കോമ്പറ്റീഷനുമായിട്ട് ഒരു ഗംഭീരമായിട്ട് നമുക്ക് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിനൊപ്പം തന്നെ നമ്മൾ അദ്ദേഹം തന്നെ ആ ഫിറ്റ്നസ് എന്നുള്ള ഒരു ഇത് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു. ഒരു 7 days ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നു എന്നറിയുന്നത് വലിയ സന്തോഷം. എനിക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു 7 ദിവസം ഉണ്ട്. എപ്പോഴെങ്കിലും കുടുംബമായിട്ട് വരുമോ? കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന സമയമാണ് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ മെയിൽ മാത്രം യാത്ര ചെയ്യുന്ന ആളൊന്നും അല്ല. എപ്പോ ബ്രേക്ക് കിട്ടിയാലും നാടുവിടുന്ന ആളാ ചോദി വെക്കേഷനൊക്കെ അനുസരിച്ച്. അപ്പൊ അതുപോലെ അങ്ങനെ ഒരു 7 ദിവസം ഇങ്ങനത്തെ ചലഞ്ചസും ഒരു ഗ്രാൻഡ് ഫിനാലെ ആയിട്ട് 8-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും നമ്മൾ പണ്ട് കോമോ ചാനലിൽ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടറിയാം. അപ്പോൾ പങ്കെടുക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ ഒരുപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരിക്കും ഇതൊക്കെ ഉറപ്പുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവിധ ആശംസകളും. ഇത് ഈ ഒരു വർഷം മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങളിൽ കൊച്ചിയിലാണ് ഇതിന്റെ അല്ലെ, കൊച്ചിയിലാണ്. ഇപ്പൊ അതല്ലാതെ പല പല സ്ഥലങ്ങളിലായിട്ട് പല ഒരേ വർഷത്തിൽ തന്നെ പല തവണകളിലായിട്ട് നടക്കാൻ പറ്റട്ടെ. ഇതുപോലെ വർഷങ്ങളോളം കൂടി കൊണ്ടുപോകാൻ പറ്റട്ടെ. ഇത് നമുക്കൊരു ആചാരം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമായി മാറട്ടെ. അത്രയും പണ്ടും അത്രയും ആളുകൾ ഒത്തുകൂടുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയായിരിക്കും. അതിങ്ങനെ ഒരു ഫണ്ടിന്റെ ഉത്സവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. Absolutely. I think Fazil, you should be on stage when we're talking about these things. Revin, you also should be on stage because ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളൊന്ന് പോയി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആക്ച്വലി ഒരു എക്സൈറ്റിംഗ് കാര്യം കൂടെ ഞാൻ ചോദിക്കണം. അപ്പൊ യങ്സ്റ്റേഴ്സിനെ മുന്നിൽ നിർത്തിയാണ് ഐ തിങ്ക് ഫാസിൽ ആൻഡ് കമ്പനി ഇത് ചെയ്യുന്നത്. അപ്പൊ യങ്സ്റ്റേഴ്സിന് ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആവും? എസ്പെഷ്യലി ബിക്കോസ് നമുക്കറിയാം യുവത്വത്തിന്റെ ഒരു ഗുഡ് തിങ്സ് ആൻഡ് പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. ഹൗ ഡു യു തിങ്ക് ഇറ്റ് വിൽ ഹെൽപ് ദം? എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിൽ ഓക്കെ, മുകളിലോട്ട് പോകുമ്പോൾ ഏജ് ക്യാപ്പ് ഉണ്ടോ? അത് മനസ്സിലൂടെ ഉണ്ടായിരിക്കുന്ന എത്ര പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വരാം. യുദ്ധത്തിന് എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുറെ എന്താ പറയാ, ചുറ്റും കുറെ സ്ട്രെസ്സും പ്രശ്നവും ടെൻഷനും, നമ്മളുടെയൊക്കെ ഈ അറ്റൻഷൻ സ്പാൻ കുറയുന്നു. ഇതൊക്കെ ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അൺവൈൻഡിങ് ഭയങ്കര അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭയങ്കര മാത്രമല്ല നമുക്ക് വെറുതെ ഡിപ്രഷൻ അടിച്ച് പാർക്ക് അടിച്ചിരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ട് പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. Yeah, definitely. I think Fazil, you should talk about this anti-drug campaign, right? You're pushing that quite a lot. I think it's on. Actually, ഒരു സൈൻ ഔട്ട് ഫോർ ഡ്രഗ്സ് ക്യാമ്പയിനാണ്. നമ്മളൊരു ഐ ഓൺ ലൈഫ് ഡ്രഗ്സ് എന്ന്